മറുപടി കൊടുക്കണ്ടേ? എന്താ എന്താ നീ പറഞ്ഞത്? ചേച്ചി അത് നിത്യേ, പട്ടിയെ പോലെ ആ ഫ്ലാറ്റിലിട്ട് എന്നെ തല്ലിയവളല്ലേ നീ? കൊല്ലാൻ നോക്കിയില്ലേ? ഇതിനുള്ള ശിക്ഷ കൊടുക്കേണ്ടതാ അമുതമല്ല, നിത്യ. എത്രയും പെട്ടെന്ന് ദേവികയെ കണ്ടെത്തിയേ പറ്റൂ വിശാൽ. താമസിക്കുന്ന ഓരോ നിമിഷവും ദേവികയുടെ ജീവൻ ആപത്ത. ICUവിൽ കിടക്കുന്ന സിദ്ധുവിന്റെ അവസ്ഥയും മോശം. ഡോക്ടർ വിഷമിക്കാതെ. പഴയ കളമൊക്കെ ഞാൻ വിട്ടെങ്കിലും ഒരു വാക്ക് പറഞ്ഞ എന്റെ രാക്ഷസ കുട്ടികൾ ദേവിയെ തേടിപ്പിടിച്ചു കൊണ്ടുവരും. ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം ആ ശരത്തിനെ അങ്ങ് തൂക്കിയാലോ? ഇവിടുന്ന് അവനെ എയർലിഫ്റ്റ് ചെയ്ത് നേരെ ഗോവയ്ക്ക് കൊണ്ടുപോവാം. ഉപ്പുള്ള മൂക്കിലും ചെവിയിലും നെറുകും തലയിലും ഒക്കെ കയറുമ്പോ സത്യം അറിയാതെ പുറത്തു വരും. ആ തങ്കച്ചിയൊന്ന് ഷാഡോ ചെയ്യുന്നത് നല്ലതാ. ബുദ്ധിപരമായ എന്തോ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് വിശാൽ. തങ്കച്ചി, നടേശൻ, പ്രഭാവതി, ശരത്ത്, അസുര ജന്മങ്ങളെല്ലാം കൂടി ഒന്നിച്ചെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി കാത്തിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ രാത്രി നിർണായകമാണ്. ഓരോരുത്തരെയായിട്ട് തൂക്കിയെടുക്കണം. നേരം വെളുക്കും മുമ്പ് ദേവിക എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടെത്തണം. എന്റെ ടീമിനെ ഞാൻ അലേർട്ടാക്കി നിർത്തിക്കോളാം. എവിടുന്ന് തുടങ്ങണമെന്ന് മാത്രം ഡോക്ടർ പറഞ്ഞാൽ മതി. ഞാൻ പറയാം വിശാൽ.